നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ണിയപ്പം ഉണ്ടാക്കാം കേട്ടോ. നല്ല കിടിലൻ റെസിപ്പിയാണത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ഷാലീസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണം. എൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. അപ്പോൾ നമുക്ക് നേരെ റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ ഒരു 1.25 കപ്പ് അരി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെക്കണം. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഞാൻ പച്ചരിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനത് 4 മണിക്കൂർ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായത് നമുക്ക് ശർക്കരയാണ്. ശർക്കര 1 കപ്പ് ശർക്കരയാണ് കേട്ടോ. അപ്പം നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് വെള്ളം ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വെള്ളം ചൂടായി വരുമ്പോൾ നമ്മൾ ശർക്കര ഇട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ 1 കപ്പ് ശർക്കരയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് ഇത് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര മെൽട്ടായിട്ടുണ്ട്. ഇത് ഫുൾ മെൽട്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഇത് തണുക്കട്ടെ. സോ ഇനി നമുക്ക് ഇത് അരിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ശർക്കര മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് അരി ഞാൻ വാഷ് ചെയ്ത് വെച്ചതാണ് കേട്ടോ. 4 മണിക്കൂർ കുതിർത്തത്. ഇത് നമുക്ക് ഇനി മിക്സിയിൽ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മിക്സി എടുത്തിട്ടുണ്ട്. ഈ അരിയെല്ലാം നമുക്ക് ഇതിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് 2 ബാച്ചായിട്ടാണ് കേട്ടോ ഇടുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ 2 ബാച്ചായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ അരിയിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ശർക്കര പാനിയിലാണ് ഞാൻ മിക്സിയിൽ ഈ അരി അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലാസ്റ്റ് നോക്കിയിട്ട് വേണം കേട്ടോ വെള്ളം ഒഴിക്കാനായിട്ട്. അപ്പോൾ ഈ ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 പാളയംകോടൻ പഴം ഇട്ട് കൊടുക്കാം കേട്ടോ. പാളയംകോടൻ ഇല്ലെങ്കിൽ നിങ്ങൾ റോബസ്റ്റ് പഴം അത് ഇട്ട് കൊടുക്കുക. ഓക്കെ, സോ ഇത് അരിച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അരച്ചെടുക്കുമ്പോൾ കുറച്ചൊരു തരി പോലെ വേണം കേട്ടോ. ഫുൾ സ്മൂത്ത് ആവണ്ട കേട്ടോ. ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇത് അരച്ചെടുത്തത് ഒഴിക്കാം. ഓക്കെ, സോ എല്ലാം ഇതിലേക്ക് നമുക്ക് മാറ്റാം. ഇതിലേക്ക് ഒരു 1/4 കപ്പ് ഗോതമ്പ് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. എന്നാലും ശരിക്കും നമുക്ക് ആ ഉണ്ണിയപ്പത്തിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടുള്ളൂ. അപ്പോൾ നന്നായി ഇത് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. മിനിമം ഒരു 4 മണിക്കൂറെങ്കിലും വെക്കണം. ശരിക്കും 8 മണിക്കൂർ വെച്ചാലാണ് ശരിക്കുള്ളൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്ക് ഒരു 1/4 കപ്പ് തേങ്ങ ചെറുതായി കുനുകുന അരിഞ്ഞത് കേട്ടോ. അത് നമുക്ക് വറുത്തെടുക്കണം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു പാനിൽ കുറച്ച് നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ തേങ്ങ എല്ലാം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നമ്മൾ ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ ഇതിങ്ങനെ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ തേങ്ങ ഇങ്ങനെ നെയ്യിൽ വറുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ലൈറ്റ് ബ്രൗണായി. ഇനി ഞാനിത് ഓഫ് ചെയ്യണം. ഇത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു ഡാർക്ക് കളറാവും കേട്ടോ. സോ നമ്മൾ തേങ്ങ വറുത്തത് നമ്മളെ ബാറ്ററിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ എള്ള് കറുത്ത എള്ളാണ് കേട്ടോ ഇടേണ്ടത്. കുറച്ച് ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ കറുത്ത എള്ള് ഇല്ലാത്തതുകൊണ്ട് ഞാൻ വൈറ്റ് എള്ളാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ നാട്ടിലല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇതിങ്ങനെ. അപ്പോൾ നമ്മൾ ഉണ്ണിയപ്പം ചട്ടി എടുക്കുക. എന്നിട്ട് അതിലേക്ക് നെയ്യ് അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ മെൽട്ടാവട്ടെ. ഇവിടെ എപ്പോഴും തണുപ്പാണ്, അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ. എന്നിട്ട് നമ്മൾ
സോ ഇതിലേക്ക് നമ്മൾ ബാറ്റർ ഒഴിക്കുക. പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എണ്ണ ഒഴിക്കുമ്പോൾ ഫുള്ള് ഒഴിക്കരുത് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാറ്റർ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടി ഓയിൽ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ സ്പില്ലാവും, കണ്ടോ. അപ്പോൾ ഫുള്ള് ഒഴിക്കരുത് കേട്ടോ, ഒരു 1/4 ഭാഗം വേണം ഒഴിക്കാനായിട്ട്, അല്ലെങ്കിൽ ഇതാകെ സ്പില്ലായി പോകും. സോ ഒരു ഭാഗം ഫ്രൈ ആയി ബ്രൗൺ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ഉള്ളതുകൊണ്ടാണ് എനിക്ക് തിരിച്ചിടാൻ കുറച്ച് പാട്. അപ്പോൾ എല്ലാം ഇതുപോലെ ഇങ്ങനെ തിരിച്ചിട്ട് കൊടുക്കുക. ഓക്കെ. സോ ഉണ്ണിയപ്പം എല്ലാം ഇത് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുക്കാം കേട്ടോ. ഇതുപോലെ ഒരു സ്ക്വയർ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ കുത്തിയെടുക്കാം കേട്ടോ. സ്ക്വയർ ഇല്ലെങ്കിൽ നിങ്ങളൊരു ഫോർക്ക് എടുത്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ബ്രൗൺ കളർ ആവണം കേട്ടോ. സോ ഞാൻ ഉണ്ണിയപ്പം എല്ലാം ഇപ്പോൾ ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നല്ല ഈസി റെസിപ്പി അല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ ഞാൻ വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ഷാലീസ് കിച്ചൺ. ബൈ.